അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതെങ്ങനെ മറികടക്കാൻ പറ്റും എന്നതാണ്, അതിനു വേണ്ട ഒരു ഫോർമുലയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയപ്പെടുന്ന സ്റ്റെപ്പ്, അതായത് ഇതിന്റെ ഫോർമുലയിലെ ഓരോ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായും ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പ്രതിസന്ധി പരിഹരിച്ചാലും ഇല്ലെങ്കിലും ഈ ലോകത്തിന് ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പറയാൻ പോകുന്ന നമ്മുടെ ഈ പ്രശ്ന പരിഹാര ഫോർമുലയിലെ ഓരോ സ്റ്റെപ്പും പ്രോപ്പറായി നോട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും എടുത്തു നോക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഓരോ സ്റ്റെപ്പിനും ഹെഡിങ് ഇട്ടുകൊണ്ട് അത് കൃത്യമായി എഴുതി വെച്ച് ഈ ഫോർമുലയെ നമ്മൾ കൃത്യമായി പ്രോപ്പർ നോട്ട് ചെയ്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഓർത്തു വെക്കുക, ഇതിലൊന്നും തന്നെ നമ്മൾ വളരെ നിസ്സാരമാണെന്ന് അതൊന്നും ഇപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത്ര പ്രാധാന്യത്തോടു കൂടെ അതൊന്നും ചെയ്യേണ്ടതില്ല എന്ന ഒരു അലംഭാവം ഇതിലെ ഒരു സ്റ്റെപ്പിനെയും നമ്മൾ കാണാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഫോർമുലയിലെ ഓരോ സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമതായി നമ്മുടെ പ്രശ്നത്തെ കൃത്യമായി ഡിഫൈൻ ചെയ്യുക എന്നതാണ്. അതായത് നമ്മുടെ പ്രതിസന്ധി എത്ര രൂപ കൊണ്ട്, അല്ലെങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കാൻ എത്രയാണ് രൂപ ആവശ്യമുള്ളത്, എത്ര പണം വേണം നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്ന കൃത്യമായ ഡെഫിനിഷൻ, നമ്മുടെ പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ വരുമാന സ്രോതസ്സുകളെ, നമ്മുടെ ഇൻകം സോഴ്സിനെ കൃത്യമായി പരിശോധിക്കുക. അപ്പോൾ അതിൽ പരിശോധിക്കുമ്പോൾ എയും ബിയും ഒക്കെ ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അതായത് 2ൽ എ എന്ന് പറയുന്നത് എന്തൊക്കെ വരുമാന സ്രോതസ്സുകളാണ് നമുക്ക് ഉള്ളത് എന്ന് എഴുതി വെക്കുക. ഒന്ന്, നമുക്കൊരു ജോബ് ഉണ്ടെങ്കിൽ ആ ജോബിൽ നിന്ന് കിട്ടുന്ന വരുമാനം. മറ്റൊന്ന്, എന്തെങ്കിലും സൈഡ് ബിസിനസ്സുകൾ നമുക്കുണ്ടെങ്കിൽ ആ വരുമാനം. നമ്മൾ എവിടെയെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാന സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൃത്യമായി നമ്മുടെ വരുമാന സ്രോതസ്സുകളെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് 2ൽ എ എന്ന് പറയുന്നത്. 2ൽ ബി എന്ന് പറയുന്നത് മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലത്തെ പ്രതിസന്ധി നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞു, ആ പണം എങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് എഴുതി വെക്കുക. 2ൽ സി എന്ന് പറയുന്നത് നിലവിലെ നമ്മുടെ വരുമാന സ്രോതസ്സുകളിലൂടെ ഉണ്ടാകുന്ന പണം കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി മീറ്റ് ചെയ്യാൻ, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താൻ എത്ര സമയമെടുക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അത് എഴുതി വെക്കുക. അത് കൂട്ടി നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ആൻസർ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തതിൽ ഡി എന്ന് പറയുന്നത് മറ്റെന്ത് ഇൻകം സോഴ്സ് ആണ് അഡീഷണൽ ആയി നമുക്ക് പുതുതായി കണ്ടെത്താൻ കഴിയുന്നത് എന്ന ഒരു പരിശ്രമം അതോടൊപ്പം നമ്മൾ നടത്തുക. ഒന്ന് പരിശോധിക്കുക, എന്ത് പുതിയ വരുമാന മാർഗമാണ് ഇപ്പോൾ നിലവിലുള്ളതോടൊപ്പം എനിക്ക് ഉണ്ടാക്കാൻ കഴിയുക. അത് പക്ഷെ ചെറിയ വരുമാനമായിരിക്കും. ചെറിയ വരുമാനം കൂട്ടാൻ മാത്രം സാധിക്കുന്ന ഒരു വഴി നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് വിചാരിക്കുക. അതുപോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ആ ഒരു സംഖ്യയെയും നമ്മുടെ ആവശ്യത്തെയും താരതമ്യം ചെയ്ത് ഇതുകൊണ്ടൊക്കെ എന്താവാനാണ് എന്ന രീതിയിൽ ഒരിക്കലും അതിനെ മാറ്റി വെക്കാതെ, എന്താണോ നമുക്ക് മുന്നിൽ വന്ന ആ വഴിയെങ്കിൽ അതുകൊണ്ട് എത്ര ചെറിയ വരുമാനമാണെങ്കിൽ പോലും അതെന്താണ് എന്ന് മനസ്സിലാക്കി ആ വരുമാന മാർഗത്തെ ഡിഫൈൻ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. 2ൽ ഇ എന്ന് പറയുന്നത് നമ്മുടെ വരുമാന മാർഗങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള, നമ്മൾ ഒന്നാമത്തെ എയിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഈ പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായ തുക ആകുന്ന സമയം നമ്മളെടുത്തുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആ പണം കൊടുത്താൽ മതി എന്ന രൂപത്തിൽ മുൻകൂറായി നമുക്ക് ആരാണ് കടം തരിക, അത് ഒരു പക്ഷേ വ്യക്തികളാവാം, നമ്മോട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അത് ഏതാണ് എന്ന് കൃത്യമായി ലിസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2ഡിയിൽ പറഞ്ഞിട്ടുള്ള അഡീഷണൽ വരുമാന മാർഗത്തെ നടപ്പിൽ വരുത്താൻ നമ്മൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്യുക. അത് തുടങ്ങിയതിന് ശേഷമാണ് ഈ വരുമാന മാർഗം, അഡീഷണൽ വരുമാന മാർഗവും കൂട്ടി നമ്മോടൊപ്പം നിലവിൽ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിലൂടെ ഇത്ര സമയത്തിനുള്ളിൽ പണം കണ്ടെത്താൻ കഴിയും, അതോടൊപ്പം ഞാൻ ഇങ്ങനെ ഒരു പുതിയ വഴി കൂടി സ്വീകരിക്കുന്നുണ്ട് എന്ന രൂപത്തിലാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇയിൽ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് അതിൻ്റെ കണ്ടെത്തി ഞാൻ ഈ പണം എങ്ങനെ തിരിച്ചു നൽകും എന്നതിൻ്റെ വഴി വിശദീകരിക്കുമ്പോൾ
നിലവിലുള്ള വരുമാന മാർഗം, അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഇത് വീട്ടാൻ പോകുന്നത്, ഇത്ര സമയം കൊണ്ട് എനിക്ക് പണം കണ്ടെത്താൻ പറ്റും എന്ന് മാത്രം പറയാതെ അതോടൊപ്പം ഈ ഒരു പുതിയ വരുമാന മാർഗം കൂടി ഞാൻ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്ന രൂപത്തിലാണ് അവരോട് അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ പരിമിതമായ അറിവ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. ഒരിക്കലും സർട്ടിഫൈഡ് ആയ ഒരു വെൽ എഞ്ചിനീയർ ആയതിനു ശേഷം ഞാൻ ആ അഡീഷണൽ വരുമാനത്തിലേക്ക് ഇറങ്ങുള്ളൂ എന്ന ചിന്ത മാറ്റിവെച്ചുകൊണ്ട് നിലവിലുള്ള പരിജ്ഞാനവും നിലവിലുള്ള അറിവും വെച്ച് എന്ത് വരുമാന മാർഗം കണ്ടെത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതായിരിക്കണം നമ്മൾ 2Dയിൽ എഴുതി വെക്കേണ്ടതും നമ്മളിപ്പോൾ നടത്തേണ്ടതും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളോട് ബന്ധപ്പെട്ട നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബിസിനസ് കൺസൾട്ടന്റുമാർ, അതല്ലെങ്കിൽ മറ്റ് ഉപദേശങ്ങൾ നമ്മൾ സ്ഥിരമായി സ്വീകരിക്കുന്ന നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള നമ്മുടെ ഗുണകാംക്ഷികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവരോട് നമ്മുടെ പ്രശ്നത്തെ കൃത്യമായി ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഫോർമുലയിൽ പറഞ്ഞിട്ടുള്ള അതേ ക്രമത്തിൽ എനിക്ക് ഇന്നാലിന പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ ഇത്ര രൂപ ആവശ്യം വരും, അതിന് നിലവിലുള്ള വരുമാനത്തിലൂടെ ഞാൻ അതിന് ഈ പണം കണ്ടെത്താൻ എനിക്ക് ഇത്ര സമയം എടുക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് പുറമെ ഞാൻ ഇങ്ങനെ പുതിയ ഐഡിയ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഈ ഒരു സമയത്തേക്ക് ഇത്രയും സമയം കൊണ്ട് ഈ പണം കണ്ടെത്താൻ എനിക്ക് ഇത്ര സമയം എടുക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ കടം തരാനുള്ള അല്ലെങ്കിൽ അത് കടം കൊള്ളാനുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ബന്ധപ്പെട്ടവരുമായി നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഈ പറയപ്പെട്ട ക്രമപ്രകാരം കൃത്യമായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് 2Eയിലുള്ള ലിസ്റ്റിലുള്ള ആളുകളുടെ മുമ്പിലായിരിക്കും. അവിടെ കൃത്യമായി ഒരിക്കലും സെന്റിമെന്റൽ അപ്രോച്ച് അല്ല ഉണ്ടാവേണ്ടത് എന്നതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ അവതരിപ്പിക്കേണ്ടത് എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, എനിക്ക് ഇന്നാലിൻ്റെ വരുമാന മാർഗങ്ങളുണ്ട്, അതിൽ നിന്ന് ഈ പണം കണ്ടെത്താൻ എനിക്ക് ഇത്ര സമയമെടുക്കും, അതുകൊണ്ട് ഇത്ര സമയമാകുമ്പോഴേക്ക് എനിക്ക് എൻ്റെ ഈ ആവശ്യത്തെ പരിഹരിക്കാനാണ് നിങ്ങളുടെ സഹായം ഞാൻ തേടുന്നത്. അതിൻ്റെ പുറമെ ഞാൻ പുതിയൊരു വരുമാന മാർഗം കൂടി ഇതോടൊപ്പം എനിക്ക് നിങ്ങളുടെ പണം തിരിച്ചു തരാൻ കഴിയുന്ന രൂപത്തിൽ ഞാൻ കണ്ടെത്തുന്നുണ്ട്. മാത്രവുമല്ല, എൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളുമായി ഞാൻ ഈ വിഷയങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായം ആരായുകയും ചെയ്തിട്ടുണ്ട്. ആ അഭിപ്രായത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ആവശ്യം വെക്കുന്നത് എന്ന രൂപത്തിൽ കൃത്യമായി അവരുടെ മുമ്പിൽ ആ വിഷയം അവതരിപ്പിക്കുക. ആ ഉപദേശങ്ങൾ പ്ലസ് നമ്മുടെ അഡീഷണൽ വരുമാന മാർഗങ്ങൾ, അതുപോലെ തന്നെ പ്രശ്നപരിഹാരം, മുമ്പ് ഈ പ്രതിസന്ധി ഇതുപോലത്തെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞു, അതുപോലെ തന്നെ 2Eയിൽ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലുള്ള ആളുകളുടെ റിപ്ലൈ അനുസരിച്ച് ഇതിൽ നിന്നെല്ലാം കൂട്ടിക്കിഴിച്ച് ഒരു ആൻസർ നമ്മുടെ ഈ ഒരു ഫോർമുല അവസാനം നമുക്ക് കിട്ടും. അത് കൃത്യമായി നടപ്പിൽ വരുത്തുക എന്നതാണ് ഇതിൻ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട ഫൈനൽ ആയിട്ടുള്ള തീരുമാനം. ഇങ്ങനെ ഒരു പ്രശ്നത്തെ നമ്മൾ കൃത്യമായി ഇത് നോട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടാവും. അതിന് നിങ്ങൾ നിർബന്ധമായും ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഈ അത്ഭുതം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും ഏത് പ്രശ്നത്തിനും ഈ ഫോർമുല അപ്ലൈ ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.